നമസ്കാരം. എല്ലാ മതവിഭാഗങ്ങൾക്കും താങ്കൾ ഈ പറയുന്നത് പോലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് തിരിച്ചിപ്പോൾ ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശബരിമല സീസണിൽ കറുപ്പെടുത്ത് ധരിച്ച് വരാൻ തയ്യാറായാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? മുസ്ലിം മാനേജ്മെന്റ് സമ്മതിക്കുമോ? യെസ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ മറുപടിയില്ല. അവർ ഫോൺ കട്ട് ചെയ്തു പോകുന്നു. നേരത്തെ അനിൽകുമാറും ഇത് തന്നെയാണ് സംഭവിച്ചത്. ലത്തീഫിന് ഹിജാബ് നിർബന്ധമാണ്, പക്ഷെ മറ്റു മതസ്ഥരുടെ കാര്യങ്ങൾ ആ മാനേജ്മെന്റ് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ കട്ടാക്കുന്ന സാഹചര്യമാണുള്ളത്. അതിന് അവർക്ക് വാദങ്ങളില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരേ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഫോൺ കട്ട് ചെയ്ത സൗണ്ടാണ് കേട്ടത്. അപ്പുറത്ത് നിന്ന സുഡാപ്പി ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആ സുഡാപ്പിക്ക് പറ്റില്ല. അതായത് മണ്ഡലകാല സമയത്ത് കറുപ്പ് വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ വരാൻ പറ്റുമോ, നിങ്ങൾ അതിന് അനുവദിക്കുമോ എന്നൊരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. ഫോൺ കട്ടായി ഓടി തള്ളിക്കളഞ്ഞു. അതിനു മുമ്പേ ഒരുപാട് ന്യായീകരിച്ചു അയാൾ. അതായത് അധ്യാപികയായിട്ടുള്ള കന്യാസ്ത്രീകൾ അവരുടെ ആ മതവേഷം ധരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് കുട്ടികൾക്ക് ധരിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിലും അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കിടയിലും ഒരു ആശയക്കുഴപ്പമുണ്ടാകും. ശരിയാണല്ലോ, ഈ സുഡാപ്പികൾ ചോദിക്കുന്നത് ശരിയാണല്ലോ, ഈ അധ്യാപകരായിട്ടുള്ള കന്യാസ്ത്രീകൾ ഈ വേഷം ധരിക്കുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക്? അത് ആദ്യത്തെ ഉത്തരം, ആ സ്കൂളിൽ അല്ലെങ്കിൽ ഏത് സ്കൂളാണോ ആ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം കോഡുള്ളത്, അല്ലാതെ അധ്യാപകർക്കല്ല. അധ്യാപകർക്ക് യൂണിഫോം ഉള്ള സ്കൂളുകളുമുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സന്യാസികളാണ്, അതായത് സന്യാസിനിമാരായിട്ടുള്ള വിഭാഗമാണ്. അവർ ധരിച്ചിരിക്കുന്ന വേഷം മതവേഷമാണ്, അതിൻ്റെ ഒപ്പം തന്നെ അത് അവരുടെ യൂണിഫോമാണ്. അത് അത്തരക്കാരായിട്ടുള്ള എല്ലാവരും ധരിച്ചിട്ടുള്ള വേഷമാണ്. അത് ആ ഒരു വിഭാഗത്തിൽ, അതായത് ഏത് സഭയാണോ അല്ലെങ്കിൽ ഏത് മതമാണോ അതിൽ 1% പോലും ഇല്ലാത്തൊരു കൂട്ടരാണ്. ക്രിസ്ത്യാനികൾക്കെല്ലാം മതപരമായി ഈ വേഷം ധരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, അങ്ങനെ ഒരു പിടിവാശിയും അവർക്കില്ല. ഇത്തരം ഈ പ്രേക്ഷിത പ്രവൃത്തിക്ക് വേണ്ടി പോകുന്നവർ മാത്രം ധരിച്ചാൽ മതി, അതവരുടെ യൂണിഫോമാണ്. ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ ഉത്തർപ്രദേശിലേക്ക് നോക്കുക. അവിടുത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കുക, യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷവും ഒരു സന്യാസ വേഷമാണ്. അദ്ദേഹത്തിനോട് ആരെങ്കിലും പറയുമോ നിങ്ങൾ നാളെ മുതൽ ഷർട്ടും മുണ്ടോ അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും ഇട്ടാൽ മതി എന്ന് പറയുമോ? ആ വേഷം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹമുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ യൂണിഫോമാണ് എന്ന് തന്നെ പറയാം. ആ യോഗിയാണ്, ആ സന്യാസ സമൂഹത്തിൻ്റെ വേഷമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറയുമോ താങ്കൾ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് നാളെ മുതൽ ഈ വേഷം ധരിക്കരുത് എന്ന് പറയുമോ ആരെങ്കിലും? ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 1ാമത്തെ മന്ത്രിസഭ മുതൽ, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആൾ മുതൽ ഈ തലയിൽ മതചിഹ്നങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രധാനമന്ത്രി 10 വർഷം ഭരിച്ചതും തലയിൽ മതചിഹ്നമായിട്ടുള്ള ആ സിഖ് തൊപ്പിയും വെച്ചിട്ടാണ്, മൻമോഹൻ സിംഗ്. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. എന്തിനാണ് കുട്ടികളുടെ ഇടയിൽ ഇതൊന്നും വേണ്ട എന്ന് പറയാനുള്ള കാരണം, കുട്ടികളെല്ലാവരും ഒരുപോലെ കളിച്ച് പഠിച്ച് വളരട്ടെ എന്ന് വെച്ചിട്ടാണ്. മുതിർന്നവരുടെ കാര്യമല്ല അവിടെ പറയുന്നത്. ഈ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഈ നിഷ്ഠ വെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ്. അതിനെ നിങ്ങൾ ഉടനെ കന്യാസ്ത്രീയുടെ വേഷത്തെ കൂട്ടിക്കെട്ടുകയല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു സമൂഹം എല്ലാ കാര്യത്തിലും വലിയ സഹിഷ്ണുത കാണിക്കാറുണ്ട്. ചില പിടിവാശികൾ അത് അവരല്ലേ, അവരുടെ മതം അങ്ങനല്ലേ, അതങ്ങ് അനുവദിച്ച് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ശീലിച്ച് ചെയ്ത് ഏത് തരത്തിലുള്ള ആ അതിക്രമത്തിനും മുതിരുന്ന തരത്തിലേക്ക് അവരെ വളർത്തി വലുതാക്കി വിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരതെല്ലാം അത് മുതലെടുക്കുന്നു. ഇവരുടെ സഹിഷ്ണുത കണ്ടിട്ട് അവരുടെ ബലഹീനതയാണ് എന്ന് കരുതി ഓരോന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അതായത് ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള, കടുത്ത വിശ്വാസിയായിട്ടുള്ള ഒരാൾ, അയാൾ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അയാൾ ഒരു ഹോട്ടലിൽ കയറുന്നു, അവിടെ ചോദിക്കുന്നു ഹലാൽ ഭക്ഷണമുണ്ടോ? അപ്പോൾ ഹോട്ടൽ സപ്ലയർ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ പറയുന്നു ഇല്ല, ഇവിടെ ഹലാൽ ഭക്ഷണം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ എന്തായിരിക്കും ചെയ്യുക? സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഇയാൾ എന്തായിരിക്കും ചെയ്യുക? ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഹലാൽ ഭക്ഷണം ഉള്ളിടത്ത് പോയി കഴിക്കും, അല്ലേ? അല്ലാതെ എനിക്ക് ഇവിടുന്ന് ഹലാൽ ഭക്ഷണം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അങ്ങനെ നിർബന്ധം പിടിച്ചാൽ കിട്ടുമോ അവിടുന്ന്? ഇല്ല. ഇത് തന്നെ ഈ സ്കൂളിൻ്റെ കാര്യത്തിലും ചെയ്താൽ പോരെ. അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിയമാവലി പ്രകാരം അവിടെ ആ വേഷം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുട്ടിക്ക് ആ വേഷം ഇടണമെങ്കിൽ അത്തരം വേഷങ്ങൾ അനുവദിച്ചിട്ടുള്ള വേറെ നിരവധി സ്കൂളുകളുണ്ട്, അവരുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാമല്ലോ. അപ്പോൾ ബോധപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചത്. ഇതിന് ഞാനും നിങ്ങളും എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരല്ലേ, അവരുടെ വിശ്വാസമല്ലേ, അവരങ്ങനെ ചെയ്തോട്ടെ, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളും ഇതൊരു വോട്ട് ബാങ്കായിട്ട് കണ്ടിട്ട് അവരെ പ്രീണിപ്പിക്കാൻ ഇടതും വലതും മാറി നിൽക്കുകയും ചെയ്തു. അത് അവരുടെ എന്തോ അവകാശവും തങ്ങൾക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രത്യേക പ്രിവിലേജായി അവർ കൂട്ടുകയും ചെയ്തെടുത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ മൂർത്ത രൂപമായിട്ട് കാണേണ്ടി വരുന്നത്. ഇപ്പോൾ അതെന്തായാലും പ്രശ്നമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്, ഇത് കുറച്ച് കടന്ന കൈയല്ലേന്ന്. സത്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഈ ഇടയ്ക്ക് ഈ മെയിന് പറയാനെങ്കിലും പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയാറില്ലേ? പ്രബുദ്ധ കേരളത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹിജാബ് വിവാദമോ ഇതുപോലുള്ള വാർത്തകളൊന്നുമല്ല വരേണ്ടത്. വേറെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഒരൊറ്റ കുട്ടി വിചാരിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോവുകയും എത്രയോ മണിക്കൂറും എത്രയോ മനുഷ്യൻ്റെ ഉപകാരമാവേണ്ട അവൻ്റെ ഊർജ്ജം വരെ
തുലച്ചു കളയുന്ന ഒരു സംഭവം കേവലം മതത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ഉത്തരേന്ത്യയൊക്കെ പറയുന്നവരെയൊക്കെ അവരെക്കാളുമൊക്കെ ധാർമ്മികമായി വളരെ പിന്നിലാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അവരൊന്നും ഈ രീതിയിലൊന്നും അവർ ഈ കിടന്നുകൊണ്ട് കോടതിനെയും വെല്ലുവിളിച്ച് ഭരണകൂടത്തിനെയും വെല്ലുവിളിച്ചൊന്നും ചെയ്യുമെന്ന് തോന്നില്ല. കാരണം മർക്കട മുഷ്ടി കൊണ്ട് തന്നെ അവരത് അടിച്ചമർത്തും. ഇവിടെ ഈ പ്രീണിപ്പിച്ച് ഇവറ്റകളെ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ ഓടിത്തള്ളിയ സുഡാപ്പികളെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു സലാം പറഞ്ഞേക്ക് അവന്. കാരണം ഇനി അവനെ കാണാൻ യാതൊരു വഴിയുമുണ്ടെന്ന് തോന്നുന്നില്ല. പോയ വഴിക്ക് പുല്ല് പോലും കാണില്ല.